ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗിസം അവറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്മസ് നമ്മൾ ഡിസംബർ 25-ന് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഡിസംബർ 25 നിജപ്പെടുത്തപ്പെടാനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെയാണ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മുടെ നാടും നഗരവും എല്ലാം ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് എല്ലാ രീതിയിലും ഒരുങ്ങി. നമ്മളാണെങ്കിലും നോമ്പെടുത്തും പ്രാർത്ഥിച്ചും ത്യാഗമെടുത്ത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നമുക്കറിയാം, സാധാരണക്കാരിൽ സാധാരണക്കാരനായി മിശിഹ ഈ ഭൂമിയിൽ വന്ന് പിറന്നതിൻ്റെ ഓർമ്മയാണ്. സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് അതിലും സാധാരണമായൊരു സാഹചര്യത്തിലാണ് ദൈവം ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 25 എന്തുകൊണ്ട് നിജപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് ചരിത്രപരമായ കാരണങ്ങൾ മൂലമാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, AD 336 റോമാ സാമ്രാജ്യത്തിൽ ഔദ്യോഗികമായിട്ട് എല്ലാവരും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കണമെന്നുള്ള രേഖയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാൽ അതിന് വിഭിന്നമായിട്ട് 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ AD 202-210 കാലഘട്ടങ്ങളിലെല്ലാം ക്രൈസ്തവർ ഡിസംബർ 25-നും ജനുവരി 6-നുമൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന നല്ല പതിവ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വസ്തുത പറയുക എളുപ്പമല്ല. പക്ഷെ എന്നാൽ അതേ സമയത്ത് വിശ്വസനീയമായ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനമുള്ള ചരിത്രരേഖകളുടെ പിൻബലമുള്ള 1-2 വാദങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിൻ്റെ ദേവനായിരുന്ന ദേസ് നതാലിസ് സോളൂസ് ഇൻവിക്റ്റി അഥവാ സൂര്യദേവന്റെ, അജയ്യനായ സൂര്യദേവന്റെ തിരുനാളായിരുന്നു ഡിസംബർ 25, ജൂലിയൻ കലണ്ടറിലെ ഡിസംബർ 25 എന്നുള്ളത്. അതുപോലെ ശീതകാലത്തിന്റെ അവസാനം ഡിസംബർ 25 കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സൂര്യപ്രകാശം കൂടി വരുന്നതിനാൽ അന്ന് ഈ അജയ്യനായ സൂര്യദേവന്റെ തിരുനാൾ അവർ ആഘോഷിച്ചിരുന്നു. ഒരു ആഴ്ചയോളം നീണ്ടു നിന്നിരുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രൈസ്തവ മതത്തിന് അല്ലെങ്കിൽ ക്രിസ്തു മതം ഒത്തിരി പ്രചാരത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഈ സൂര്യദേവന്റെ തിരുനാളിനെ റീപ്ലേസ് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ആഘോഷിച്ചു തുടങ്ങിയതാണ് ക്രിസ്മസ് എന്നൊക്കെയുള്ള വാദങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നോക്കുമ്പോൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ശരിയാണ്. ഓരോ സംസ്കാരവുമായിട്ടും ക്രൈസ്തവ വിശ്വാസം കണ്ടുമുട്ടി കഴിയുമ്പോൾ ആ വിശ്വാസത്തിലുള്ള നല്ല കാര്യങ്ങളെയൊക്കെ സ്വീകരിച്ച് അതിൽ നിന്ന് വളരാനായിട്ട് സഭ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസം എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ആദ്യ പിതാക്കന്മാരുടെ, സഭാപിതാക്കന്മാരുടെ കാലങ്ങളിലൊക്കെ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ വാദത്തിന് നല്ല പിൻബലമുണ്ട്. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനും എത്രയോ മുൻപ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇതേ ഡേറ്റിൽ തന്നെ ഡിസംബർ 25-നും അത് ജനുവരി 6-നുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സഭാപിതാവായ ഹിപ്പോളിറ്റസ് ഓഫ് റോം അദ്ദേഹത്തിന്റെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള കമൻട്രിയിൽ AD 202 രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്രന്ഥത്തിലൊക്കെ ഡിസംബർ 25 തന്നെയാണ് ക്രിസ്മസിന്റെ ഔദ്യോഗിക ഡേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ക്രൈസ്തവ യാത്രികനായ ജൂലിയസ് ആഫ്രിക്കാനോസ് അദ്ദേഹത്തിന് 220 എഴുതിയ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളിലെല്ലാം ഡിസംബർ 25 തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾ അന്ന്, അതായത് 3-ാം നൂറ്റാണ്ടിൽ ഈ റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ക്രിസ്മസ് ആഘോഷ ദിവസമായിട്ട് ഡിസംബർ 25 മാറുന്നതിനും 100-120 വർഷം മുമ്പേ ഡിസംബർ 25 തന്നെയാണ് ആഘോഷിച്ചിരുന്നത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 274 AD 274 മാത്രമാണ് എംപറർ ഔറേലിയൻ സൂര്യദേവന്റെ തിരുനാൾ ഈ പറഞ്ഞ ഡിസംബർ 25 ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനർത്ഥം നമ്മൾ കാണുന്നത് പോലെ സൂര്യദേവന്റെ തിരുനാളെടുത്ത് അത് നീതിസൂര്യനായ ഈശോയുടെ തിരുനാളായിട്ട് മാറ്റിയതല്ല, മറിച്ച് ക്രൈസ്തവർ ആഘോഷിച്ചിരുന്ന ഒരു പ്രമുഖ തിരുനാൾ ദിവസം തന്നെ ക്രൈസ്തവരെ എല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ മതത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സൂര്യദേവന്റെ തിരുനാളായിട്ട് നിജപ്പെടുത്തിയതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, സഭാപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിലെല്ലാം മാർച്ച് 25 മംഗളവാർത്ത തിരുനാളായിട്ട് ആദ്യ നൂറ്റാണ്ട് മുതൽ ആഘോഷിക്കുന്ന പതിവ് നമുക്കുണ്ട്. അതുപോലെ ഈശോയുടെ ആ ഒരു കൺസെപ്ഷനും മംഗളവാർത്ത തിരുനാളും മരണവും ഒരേ ദിവസം തന്നെ ആയിരുന്നു എന്നുള്ളൊരു പതിവും സഭയിലുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മാർച്ച് 25-ന് ശേഷം 9 മാസം കൃത്യം ഡിസംബർ 25. അതുപോലെ യോഹന്നാൻ മാതാനയുടെ ജനന ദിവസമായ ജൂൺ 24-ന് ശേഷമുള്ള 6 മാസവും ക്രിസ്മസിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളൊരു വാദവും എല്ലാമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് AD 336 റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്മസ് ഡിസംബർ 25-ന് ആഘോഷിക്കണമെന്നുള്ള നിജപ്പെടുത്തലാണ് ഉണ്ടായതെന്നും അതിനും ഒത്തിരിയേറെ മുൻപ് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട്, വ്യത്യസ്തമായിട്ട്, സ്വതന്ത്രമായിട്ട് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന പതിവ് രൂപപ്പെട്ടു വന്നിരുന്നു കാലാനുസൃതമായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുമപ്പുറത്ത്
മിശിഹായി ഭൂമിയിൽ വന്ന് ജനിച്ചു, നമുക്ക് രക്ഷ പ്രദാനം ചെയ്തു, നമുക്കെല്ലാം സന്തോഷം നൽകി, നമ്മളെല്ലാം സമാധാനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ആ സമാധാനത്തിലേക്ക് നമുക്ക് മറ്റുള്ളവരെയും ക്ഷണിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.